ചേട്ടാ പുഷ്പ നാളെ റിലീസാണ്. എന്ത് തോന്നുന്നു പടത്തിന്റെ ഒരു നൂറുക്ക് നൂറ് എന്ത് തോന്നുന്നു? നൂറുക്ക് 100% ഗ്യാരണ്ടിയാ. കാര്യം അത് ഒരു ദുഃഖത്തിനും ഒരുത്തനെയും വക വയ്ക്കാത്ത ഒരാൾ, അത് ചന്ദനമായാലും അത് ഏതായാലും, എന്നാലും പുഷ്പ ചതിക്കില്ല. അതാണ് പുഷ്പ, അതാണ് സിനിമ, അതാണ് കഥ. ഫസ്റ്റ് കണ്ടപ്പോൾ സൂപ്പർ അല്ലേ, അതുകൊണ്ടല്ലേ സെക്കൻഡിന് ഞാൻ ഇപ്പൊ ഈ കുപ്പി ഇറങ്ങിയിട്ട് ഞാൻ വരുന്നത്. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. പുഷ്പ തൻ്റെ ഇടമുള്ള പെണ്ണും പിള്ളേ ഏവനോ ഒന്ന് ചവിട്ടി കൂട്ടാൻ പോയോ? 100ക്ക് 100 ഡെണ്ണാണ്. ഞാൻ മമ്മൂട്ടിയുടെ വലിയേട്ടൻ കാണാം. വലിയേട്ടന് ഉറുമി എടുക്കാനേ അറിയാവൂ, വീശ അറിയില്ല. വിജയുടെ പടവും ഞാൻ കാണുന്ന ഇത് കാത്തിരിക്കുക. വെയിറ്റിംഗ് അല്ലോ. ഇപ്പം ടിക്കറ്റ് എടുക്കാൻ പോകും. എന്ത് ഡയലോഗ്! ഇത് പുഷ്പ 7 കടലും താണ്ടിപ്പോവും. പുഷ്പ ഫയറാണ്, എന്നാണ് ചിരഞ്ജീവിയുടെ അനി ചേരാറുന്നത്. ഇത് പുഷ്പ. പുഷ്പ 1 കണ്ടിട്ടുണ്ട്, കൊള്ളായിരുന്നു. പുഷ്പ 2 കൊള്ളാമോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും നാളെ ഇറങ്ങി പോസ്റ്ററൊക്കെ കണ്ട് അവിടെയൊക്കെ എന്റെ മനസ്സിൽ അത് കൊള്ളാം, ജയിക്കുമെന്നാണ്. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല. നോർമൽ ക്ലീശേ തെലുങ്ക് പടം പോലെ ആയിരിക്കും. ട്രെയിലർ കണ്ട് അങ്ങനെയാ തോന്നുന്നത്. നാളെ അറിയാം. എന്തായാലും ഇപ്പം എടുത്ത പൊക്കിയ പടങ്ങളെല്ലാം നിലത്ത് വീണോണ്ടിരിക്കുകയല്ലേ. എന്തായാലും നാളെ അറിയുമ്പോൾ അറിയാം. അതിപ്പോ അത് ഓബ്വിയസ്ലി. പിന്നെ പ്രതീക്ഷയുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. പിന്നെ അല്ലു അർജുന് പുഷ്പ 1 നാഷണൽ അവാർഡ് കിട്ടിയത് വർത്താണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ കാണുന്നില്ല, ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കി എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നോക്കുന്നു. വെയിറ്റിംഗ് ആണ്, നല്ല വെയിറ്റിംഗ് ആണ്. നല്ല എഫോർട്ട് ഇട്ടിട്ടുണ്ടെന്നും നമ്മുടെ ഇതെല്ലാം റീൽസിൽ ഒരുപാടൊക്കെ ഇപ്പൊ നിൽക്കുമല്ലേ, എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ട് പറയാം. ഒരു KGF ആയിരിക്കും എന്നുള്ളത് ഒരു പ്രതീക്ഷയുണ്ട്. നാളെ ഉണ്ടാവും, രാവിലെ ഉണ്ടാവും. ഇറങ്ങുമ്പോ നോക്കാം. പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല. അയ്യോ, രണ്ടുപേരും അവരുടേതായ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ടാവുമല്ലോ ഒബ്വിയസ്ലി. സോ എന്തോ കാണുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു പടമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പൊ അങ്ങനെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത പടങ്ങളൊക്കെ നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തൊരു അല്ലേ. പക്ഷെ ഇത് റീഷൂട്ട് ചെയ്തു, ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ റീഷൂട്ട് ചെയ്തു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു ഹൈ ഡ്യൂറേഷൻ ആണ് അതിന്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. 3.5 മണിക്കൂർ പടം വരുന്നു. അത് സ്ട്രിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. നാളെ കയറുന്നുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. എഡിറ്റിംഗ് ആയിരുന്നാലും കളർ ഗ്രേഡിങ് മ്യൂസിക് ഒക്കെ ആയിരുന്നാലും ഏതായാലും ഫസ്റ്റിനെ കാട്ടി സെക്കൻഡ് പാർട്ട് നല്ല സെറ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഡേ കാണുന്നുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഈ ഇടയ്ക്കായിട്ട് വന്ന കുറെ ഹൈപ്പ് പടങ്ങളെല്ലാം പോകുന്നുണ്ട്. പക്ഷെ അതേ കണക്കല്ല, ഇതെന്തായാലും നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരും എന്ന് വിശ്വസിക്കും. കത്തിക്കും, നോക്കാം നമുക്ക്. അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. I think it's gonna be a real blockbuster hit again because of course Allu Arjun is mega superstar, and watching the trailer it's amazing. So I'm hoping that it meets that expectation after watching the trailer, that it's that hit of a thing. If I get time I might surely watch it. കൊള്ളാം. ആദ്യത്തെ പാർട്ട് 1 കൊള്ളാം, സെക്കൻഡ് മടിപ്പൊളിയാണെന്ന് തോന്നിക്കുന്നു. കണ്ടിട്ടൊരു നമുക്ക് തോന്നും ഈ സിനിമ കാണണം എന്ന്. നമുക്ക് അപ്പോൾ ചാൻസ് കിട്ടിയാൽ ഫസ്റ്റ് ഷോ ട്രൈ ചെയ്യാം കാണാനായിട്ട്. മീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. കങ്കോ എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പായി. ഇത് നമുക്ക് എക്സ്പെക്ടേഷൻ അറിയാം, അല്ലു അർജുൻ്റെ മൂവിയാണ്. പിന്നെ നമ്മളാ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ നമുക്കറിയാം ഈ സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ സെയിം കണ്ടിന്യൂഷൻ കാണുന്നു. അതുപോലത്തെ ഒരു ഹിറ്റ് ആയിരിക്കും എന്നാണ് നമുക്കൊരു ട്രെയിലർ കണ്ടിട്ട് തോന്നിക്കുന്നത്. അതിൻ്റെ സ്റ്റൈൽ ഓഫ് ഡയറക്ഷൻ ഒരു പ്രത്യേക ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. കങ്കോ എന്ന് പറഞ്ഞൊക്കെ അതൊക്കെ ഒരു ഡിഫറെൻറ്റ്. എനിക്ക് അത്ര പിടിച്ചില്ലായിരുന്നു കങ്കോ. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് പറയാം, കങ്കോ അത്ര എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നിക്കുന്നു ഷാൽ മീറ്റ് മൈ എക്സ്പെക്ടേഷൻ. ഇപ്പം ഫഹദ് ഫാസിലും അറ്റ് പാറ, അതിനിപ്പം പറയാൻ ഒക്കത്തില്ല നമുക്കിപ്പം ആരാന്ന്. എനിക്ക് തോന്നിക്കുന്നു രണ്ടും ഓൾമോസ്റ്റ് അറ്റ് പാറ ആയിരിക്കും എന്നാണ് തോന്നിക്കുന്നത്.
ശരിക്കും ബോക്സ് ഓഫീസിൽ ഫയർ ആയിരിക്കും. ആയിരിക്കാൻ സാധ്യതയുണ്ട്. ചേട്ടന് പുഷ്പയിൽ ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണ്? എന്തോ ലാസ്റ്റിലെ ആണെങ്കിൽ എന്തോ എനിക്ക് ഓർമ്മ വരുന്നില്ല, സ്റ്റൈല് മാത്രമുണ്ട്. ഓക്കെ. എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? പുഷ്പ ആദ്യത്തെ സിനിമ പോലെ തന്നെ ഇത്തവണയും അതിനെക്കാട്ടി നല്ല. ഇപ്പം നമ്മൾ ട്രെയിലർ കണ്ടില്ലേ, ഇത് ഫയർ എന്ന് പറഞ്ഞപ്പോൾ വൈൽഡ് ഫയർ എന്ന് പറഞ്ഞല്ലേ പറഞ്ഞേ. അപ്പം അന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഒരു ഫയർ കിട്ടി. ഇപ്പം ഇത് പറഞ്ഞ പോലെ ഒരു വൈൽഡ് ഫയർ തന്നെ ആവട്ടെ.